എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സദ്യ സ്റ്റൈലിലുള്ള ഒരു ക്യാബേജ് തോരനാണ് തയ്യാറാക്കുന്നത്. ക്യാബേജ് തോരൻ എല്ലാവരും ചെയ്യുന്നതായിരിക്കാം, പക്ഷേ ഈ രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ക്യാബേജ് തോരൻ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാബേജിൻ്റെ ഒരു പകുതി കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2-3 ലീഫൊക്കെ ഞാൻ കളഞ്ഞ് ഇതേപോലെ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് ഇതേപോലെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ആദ്യം ചെറിയ പീസസ് ആക്കി ഇതേപോലെ കട്ട് ചെയ്തെടുക്കും. അതിന് ശേഷം അതിനെ വീണ്ടും ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ക്യാബേജ് കഷ്ണങ്ങൾ റെഡിയാക്കി കിട്ടുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണോ ചെയ്യുന്നത് ആ രീതിയിൽ ചെയ്തോളൂ കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് പെട്ടെന്ന് പണി തീരും. കാരണം ഇതിങ്ങനെ കൊത്തിയരിഞ്ഞ് എടുക്കുമ്പോഴത്തേക്കും കുറേ സമയം പോണ പോലെ തോന്നാറുണ്ട്. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. അതിന് ശേഷം ഈ കഷ്ണങ്ങളെ വീണ്ടും കട്ട് ചെയ്യും. പിന്നെ കത്തി വെച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇതേപോലെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നന്നായിട്ട് അരിഞ്ഞ് കൊടുക്കും. അപ്പോൾ നല്ല പൊടി പൊടിയായിട്ട് നമുക്ക് ക്യാബേജ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ ഞാൻ എല്ലാവരും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത്, ഞാനിവിടെ ഒരു 5-6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക്, 2 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ അളവെന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണ്, ഞാനിപ്പോൾ കുറച്ച് എരിവുള്ള രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഉള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ നമുക്ക് പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ എല്ലാവരും റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജിലേക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3-4 കൈപ്പിടി തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങയൊക്കെ കുറച്ച് കൂടുതലാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ക്യാബേജ് തോരന്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ തോരനാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്നുപരിപ്പ് ഞാൻ ചേർക്കുകയാണ്. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ക്യാബേജ് തോരന്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാബേജിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മൾ അടച്ചൊന്നും വെക്കുന്നില്ല, ഇതേപോലെ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർക്കുന്നില്ല, കാരണം ക്യാബേജിൽ തന്നെ നല്ല വാട്ടറി ആയിട്ടുള്ള വെജിറ്റബിൾ ആണല്ലോ, അതുകൊണ്ട് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വല്ലാതെ അങ്ങോട്ട് കുഴഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ അടച്ച് വെക്കാറ് ഇതേപോലെ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുക്കാറ് കേട്ടോ. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ക്യാബേജ് തോരൻ ഏകദേശം ഇവിടെ റെഡിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഉപ്പൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഉപ്പൊക്കെ ഉണ്ട്. അതേപോലെ നമ്മുടെ ക്യാബേജ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന സദ്യയിലെ മെയിനായിട്ടുള്ള ക്യാബേജ് തോരൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും, പക്ഷേ ഇതേപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് ആ സദ്യയിൽ കഴിക്കുന്ന പോലത്തെ ക്യാബേജ് തോരനാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്